ഒറ്റപ്പാലത്തെ സുബാത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയിൽ നിന്ന് 6 ലക്ഷം രൂപ മോഷണം. വലിയ വാർത്തയാണത്. കാരണം അടുത്ത പെരുന്നാളിന് ബലികർമ്മത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച പിശുക്കി വെച്ച പൈസയാണ് 6 ലക്ഷം രൂപ. അത് ഒരു രാത്രി ഒരു കള്ളൻ വന്ന് അടിച്ചുകൊണ്ട് പോയി. അത് CCTV ദൃശ്യത്തിൽ പോലീസ് പരിശോധിച്ചു. കള്ളനെ മനസ്സിലാക്കി. ആ കള്ളനെ പിന്തുടരുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പെരുന്നാളിന് സൂക്ഷിച്ചു വെച്ച പണം 6 ലക്ഷം രൂപ അടിച്ചെടുത്ത ആൾ അബൂബക്കർ എന്ന കള്ളനായിരുന്നു. അബൂബക്കർ ആ പണവുമായിട്ട് നേരെ പാലക്കാട്ട് പോയി. അവിടെ പോയി യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിൽ ചെന്നു. അവിടെ ചെന്ന് കാറുകളെല്ലാം നോക്കി. തനിക്കിഷ്ടപ്പെട്ട ഒരു കാറ് കണ്ടീഷനാണോ നോക്കി. അബൂബക്കർ നല്ല ഡ്രൈവറാണ്. കാറെല്ലാം നോക്കി എടുത്തു. അവിടെ 2,55,000 രൂപ രൊക്കമായിട്ട് കൊടുത്തു. സാധാരണ യൂസ്ഡ് കാറൊക്കെ വരുമ്പം പൈസ ഇല്ലാത്തവരൊക്കെ വന്ന് വാങ്ങും. മിക്കവാറും 90% അവിടെ വിറ്റഴിക്കപ്പെടുന്ന കാറുകളെല്ലാം ബാങ്ക് ലോണിൽ നിന്നാണ്. അങ്ങനെയാണ് പലരും വാങ്ങിക്കുന്നത്. ആ പണം ലഭിച്ച് 2 ദിവസം താമസം ഉണ്ടാവും. പക്ഷേ ഇവിടെ പണമായിട്ട് നേരെ അവിടെ ചെന്നു. ഒരു പൈസയും ലോണില്ല, രൊക്കം പൈസയ്ക്ക് കാറ് അവർ സ്വല്പം വില കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും. 2,55,000 കാർ വാങ്ങിച്ചു. നല്ല കസ്റ്റമറാണല്ലോ, രൊക്കം കാശല്ലേ തന്നത്, അവർക്ക് വലിയ സന്തോഷം. യൂസ്ഡ് കാറൊക്കെ വിറ്റുപോകാൻ വലിയ പാടാണ്. എങ്കിലും അവരുദ്ദേശിച്ച വിലയിൽ തന്നെ ആ കാറ് വിറ്റു. നല്ല ഡ്രൈവർ ആയവർക്ക് കാറുമായിട്ട് കയറി. പിന്നെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, 80-100 കിലോമീറ്റർ സ്പീഡിൽ അങ്ങ് വിട്ടു. എങ്ങോട്ടാണ്? നേരെ അട്ടപ്പാടിയിൽ. അട്ടപ്പാടിയിൽ ഒരു കാമുകിയുണ്ട് പുള്ളിക്ക്. അപ്പം അവളെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. ഇനിയിപ്പോൾ അവളെ കാണുമ്പോൾ കാറിൽ തന്നെ പോകാം എന്ന് അദ്ദേഹം മനക്കോട്ട കെട്ടി. അങ്ങനെയാണ് ഈ മോഷണം നടത്തി കഴിഞ്ഞപ്പം ആ പണമായിട്ട് നേരെ പാലക്കാട്ട് യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് പോയത്. ബാക്കി 2,85,000 രൂപ കയ്യിലുണ്ട്. അത് കാറിനകത്ത് വെച്ചില്ല, പോലീസ് എങ്ങാനും ചെക്ക് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച് കാറിൻ്റെ ഡിക്കിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടാണ് കാർ ഓടിച്ചു പോയത്. മനക്കോട്ടയൊക്കെ കെട്ടി നേരെ അട്ടപ്പാടിക്ക് 80-100 കിലോമീറ്റർ സ്പീഡിൽ വിട്ടുപോയി. പക്ഷേ മണ്ണാർക്കാട്ട് ചെന്നപ്പം പണി പാളി. പോലീസ് നിൽക്കുന്നു. പോലീസ് വാഹനം തടഞ്ഞു. പോലീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കിലെ ഡിക്കിയിലെ 2,85,000 രൂപ എവിടുന്ന്, എങ്ങനെ, ആരുടെ പൈസ? പുറകെ തന്നെ ഒറ്റപ്പാലത്തെ പോലീസ് ഇയാളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാളെ CCTV ദൃശ്യത്തിൽ ആ ജമാഅത്തുൽ ഇസ്ലാം പള്ളിയിലെ അവിടുത്തെ CCTV ദൃശ്യത്തിൽ ഇയാളുടെ പടം തെളിഞ്ഞിരുന്നു. ഇത് മറ്റാരുമല്ല, കള്ളൻ അബൂബക്കർ തന്നെയെന്ന് ഒറ്റപ്പാലം പോലീസിന് മനസ്സിലായി. ഇയാൾ സ്ഥിരം മോഷണക്കാരനാണ്. 20ഓളം കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് അബൂബക്കറിനെ ആ സംഭവം നടന്ന ഉടൻ തന്നെ ഒറ്റപ്പാലം പോലീസിന് മനസ്സിലായി, കള്ളൻ അബൂബക്കർ തന്നെ, വേറെ ആരെയും നോക്കണ്ട. ഇയാളെ പിടിച്ച് ഉടൻ തന്നെ മണ്ണാർക്കാട് പോലീസിൻ്റെ അടുത്ത് കുറ്റം സമ്മതിച്ചു. താൻ തന്നെ അത് മോഷ്ടിച്ചത്. കാരണം ആരോഗ്യം ആണ് അയാൾ ആദ്യമായിട്ട് നോക്കിയത്. കാരണം ഈ 20ഓളം കേസുകളിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. അത് കൂടുതലുണ്ടാവും, പലതും പോലീസ് പിടിച്ചിട്ടുണ്ടാവില്ല. ആ കേസിനകത്ത് പിടിച്ചു പോയെന്നറിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കത്തില്ല, കുറ്റം അങ്ങ് സമ്മതിക്കും. അതിൻ്റെ എല്ലാ വിവരങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കൂടെ ചേർത്തങ്ങ് പറയുകയും ചെയ്യും. കാരണം ആരോഗ്യം സംരക്ഷിക്കണമല്ലോ. പറഞ്ഞില്ലെങ്കിൽ സംഗതി പാടും. ഇനിയും മോഷ്ടിക്കാനുള്ളതാണ്, സുഖമായിട്ട് ജീവിക്കേണ്ടതാണ്. ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് പോയാലും തിരിച്ചു വന്നാലും മോഷണം ആ കലയിൽ പ്രാവീണ്യമുള്ള ആളാണ്. അത് തന്നെയാണ് വരുമാന മാർഗം. കാരണം ഇടയ്ക്ക് അവിടെ ഏതെങ്കിലും ജയിലിൽ പോയാൽ തന്നെയും പുറത്തു വന്നു കഴിഞ്ഞാൽ ലക്ഷറി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാം. കാമുകികളെ കാണാം. പല കാമുകിമാരും സാധാരണ കള്ളന്മാർക്കുണ്ടാവും. ഇതിപ്പം അട്ടപ്പാടിയിലെ കാമുകിയെ അടുത്ത കാലത്തുണ്ടായ കാമുകിയായിരിക്കാം. അവളെ കാറിൽ ഞെളിഞ്ഞിരുന്ന് ഒന്ന് പോയി കണ്ടിട്ട് അവളോടെ കയറ്റി ഒന്ന് ചുറ്റിക്കറങ്ങാൻ തന്നെയായിരുന്നു മോഹിച്ച് കാറ് പോയി വാങ്ങിച്ചത്. അതെന്തായാലും പോലീസ് അതിന് സമ്മതിച്ചില്ല. പോലീസ് തടഞ്ഞു. കാറ് എടുത്തു ഇയാളെ തൂക്കി നേരെ മണ്ണാർക്കാട് നിന്ന് തൂക്കി എറിഞ്ഞു ഒറ്റപ്പാലത്തേക്ക്. ഒറ്റപ്പാലം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അബൂബക്കർ. കുറ്റമൊക്കെ സംബന്ധിച്ച് ഇനിയും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പഴയ 20 കേസ് ട്രയൽ നടക്കുന്നുണ്ട്. ഇനി പുതിയ ഇതുപോലത്തെ കേസുകൾ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കുറ്റച്ചാർജ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം സമ്മതിച്ചേക്കും. കാരണം ഇനി തല്ലുകൊള്ളാൻ നിൽക്കില്ല എന്ന് പുള്ളിക്കറിയാം. പോലീസിൻ്റെ തല്ലുകൊള്ളാനായിട്ട് ഉള്ള കാര്യങ്ങൾ, ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ പറയുകയും ചെയ്യുന്നു.